ഗാസയിൽ കരയുദ്ധം തുടർന്ന് ഇസ്രായേൽ നിരവധി ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി. ഇന്നലെ രാത്രിയിൽ മാത്രം ഹമാസ് തീവ്രവാദികളുടേതെന്ന് സംശയിക്കുന്ന 600ഓളം സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഹമാസ് തീവ്രവാദികളുടെ ആയുധപ്പുരകളെയും ഒളിയിടങ്ങളെയും ആന്റി ടാങ്ക് മിസൈലുകൾ വിന്യസിച്ചിട്ടുള്ളതായി കണ്ടെത്തുന്ന സ്ഥലങ്ങളെയും ഹമാസ് തീവ്രവാദികൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളെയുമാണ് ആക്രമിച്ചതെന്നും സൈന്യം പറഞ്ഞു. ഹമാസിന്റെ ഭൂഗർഭ തുരങ്കങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഗാസയിലേക്കുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളും ഇന്റർനെറ്റും ഇസ്രായേൽ പുനഃസ്ഥാപിച്ചതായാണ് റിപ്പോർട്ടുകൾ. കരയുദ്ധം തുടങ്ങുന്നതിന്റെ ഭാഗമായി നേരത്തെ ഇസ്രായേൽ ഗാസയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ തടഞ്ഞത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇസ്രായേലിലോ ഗാസയിലോ അമേരിക്കൻ സൈന്യം യാതൊരു തരത്തിലുള്ള സൈനിക ഇടപെടലുകളും നടത്തുകയില്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് വ്യക്തമാക്കി. ഇസ്രായേൽ സൈന്യം കരയുദ്ധം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ UAE-യുടെ ആവശ്യപ്രകാരം ഗാസയിലെ ജനങ്ങളുടെ പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതേസമയം ഇസ്രായേലി ആക്രമണത്തിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം 8000 കടന്നതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഗാസയിലെ ആശുപത്രികളെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ മാത്രം 33 ട്രക്കുകൾ ഭക്ഷണവും മരുന്നുകളും മറ്റ് അവശ്യ വസ്തുക്കളുമായി ഗാസയിൽ എത്തിയതായി UN ഏജൻസി വെളിപ്പെടുത്തി. യുദ്ധം തുടങ്ങി ഇതുവരെ അടിയന്തര സഹായങ്ങളുമായി 117 ട്രക്കുകളാണ് ഗാസയിൽ എത്തിയിട്ടുള്ളത്. ദിവസം 100 ട്രക്കുകളെങ്കിലും അവശ്യവസ്തുക്കളുമായി എത്തിയാൽ മാത്രമേ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളെങ്കിലും നിറവേറ്റാൻ കഴിയുകയുള്ളൂ എന്ന് ഐക്യരാഷ്ട്രസഭ ഏജൻസി വ്യക്തമാക്കി. അതേസമയം യുദ്ധം കടുക്കുന്നതിന്റെ സൂചന നൽകി സിറിയയിലും ലെബനോനിലും തീവ്രവാദി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇറാനുമായി ബന്ധമുള്ള സിറിയയിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം വ്യാപിച്ചേക്കുമെന്ന ആശങ്കകൾക്കിടെ തങ്ങളുടെ അതിർത്തിയിൽ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ പാട്രിയോട്ടിക് മിസൈൽ സിസ്റ്റം സ്ഥാപിക്കണമെന്ന് ജോർദാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം റഷ്യയിലെ ഡാഗെസ്ഥാനിലെ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്നും എത്തിയ വിമാനത്തിലെ ജൂതന്മാരായ യാത്രക്കാർക്ക് നേരെ ഒരു കൂട്ടം അക്രമികൾ കൂട്ടമായി ആക്രമിക്കാനെത്തിയത് ലോകം മുഴുവൻ ജൂതന്മാർക്ക് നേരെയുള്ള ഭീഷണികൾ വർദ്ധിക്കുന്നതിന്റെ സൂചനയാണെന്ന് അമേരിക്ക വ്യക്തമാക്കി. സംഭവത്തോടനുബന്ധിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ നിന്നും 60ഓളം കലാപകാരികളെ റഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.